തമിഴ്നാട്ടിലെ ഈ ഒരാഴ്ച വളരെ വലിയൊരു സംഭവം തന്നെ നടന്നിരിക്കുകയാണ്. അതായത് വെറും 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ചോക്ലേറ്റ് കൊടുത്ത് പീഡിപ്പിച്ച ഒരു വാർത്ത. രണ്ടുപേരാണ് ഈ ക്രൂരകൃത്യം ചെയ്തത്. ആ പെൺകുട്ടിയെ മൃഗീയമായിട്ടാണ് പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഈ ഒരു കേസ് സാധാരണ രീതിയിൽ എത്ര ദിവസം എടുക്കുമെന്നറിയാലോ? മാസങ്ങളും വർഷങ്ങളും നീളും. ഒടുവിൽ മുഖ്യമന്ത്രിയായ ജോസഫ് വിജയ് തീരുമാനമെടുത്തു. എത്രയും വേഗം തന്നെ ഇതിന് വിധി വരണം. മാത്രമല്ല, ഇപ്പോഴിതാ 2 പ്രതികൾക്കും മരണശിക്ഷ വാങ്ങിച്ചു കൊടുത്തിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ 73 ദിവസത്തിൽ ഒരു പീഡന കേസിന്റെ വിധി തമിഴ്നാട്ടിൽ വരുന്നത് ചരിത്രമാണ്. ഇങ്ങനെ ഒരു സംഭവം തന്നെ നടന്നിട്ടില്ല. ഇത് മറ്റേതൊരു മുഖ്യമന്ത്രി ഭരിച്ചിരുന്നാലും ഈ ഒരു കേസ് ഈ 73 അല്ലെങ്കിൽ 75 ദിവസത്തിനകത്ത് വിധി വരുന്ന ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. ഇത് മുഖ്യമന്ത്രിയായ വിജയുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വിധി അതും ഇത്രയും വേഗത്തിൽ നടപ്പിലായത്. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയാണ് പലരും ആഗ്രഹിക്കുന്നത്. കേരളത്തിലൊക്കെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ അടുത്ത കാലത്തൊന്നും നടക്കില്ല. സത്യം പറഞ്ഞാൽ വിജയ് പോലത്തെ മുഖ്യമന്ത്രി ഓരോ സംസ്ഥാനത്തും വേണം. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു പെൺകുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പീഡനം ഉണ്ടായാൽ ആദ്യം ചോദിക്കുന്നത്, ഇവളുമാർക്ക് രാത്രി എന്താണ് കാര്യം, ഈ ഡ്രസ്സ് ഇട്ടൂടെ, ഷാൾ ഇട്ടൂടെ, ഇതൊക്കെ ഇവളുമാരുടെ പ്രശ്നമാണ്, അല്ലെങ്കിൽ തന്നെ രാത്രി വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നൂടെ, ഇങ്ങനെ ചോദിച്ചുകൊണ്ട് പോകുന്ന ഒരു സമൂഹമാണ്. എന്തിന് ഉദ്യോഗസ്ഥർ പോലും ഇങ്ങനെ ചോദിക്കുന്നതായിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രിയായ വിജയ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭിച്ചത്. ഈ 2 പ്രതികൾക്കും വധശിക്ഷ വാങ്ങിക്കൊടുത്തതും വിജയ് തന്നെയാണ്. തമിഴ്നാടിനെ മൊത്തത്തിൽ ക്ലീനാക്കാനുള്ള പദ്ധതിയാണ് വിജയ് ഓരോ ദിവസവും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടിക്കൊണ്ടും വാർത്തകൾ ഇടം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് വിജയുടെ ഈ ഒരു ആക്ഷൻ. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.